ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ വലിയ നോമ്പിൻ്റെ 23-ാം ദിനമായ ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ ലഭിച്ച വിഷയം ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഏകാഗ്രതയിലേക്ക് മടങ്ങിവരിക എന്നതാണ്. അതിനാധാരമായ വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഒരു വലിയ ആത്മീയ സത്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടമാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടുന്നത്. എങ്ങനെയാണ് ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഏകാഗ്രത നഷ്ടമാകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ വേദഭാഗത്തിൽ പൗലോസ് അപ്പോസ്തലൻ സർപ്പത്തിൻ്റെ ഉപായത്തിൽ വീണുപോയ ഹവ്വായെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നിട്ടും ഹവ്വായുടെ ഏകാഗ്രത നഷ്ടപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ശ്രദ്ധ ക്രിസ്തുവിൽ നിന്നും മറ്റ് പല കാര്യങ്ങളിലേക്കും വഴിമാറി പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആത്മീയ ജീവിതം ശൂന്യമായി കൊണ്ടിരിക്കുന്നു. വിശ്വാസമുണ്ടെങ്കിലും നമ്മുടെ ഏകാഗ്രത നഷ്ടമായി പോകുന്നു. എന്താണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും? ഏകാഗ്രത എന്നാൽ നമ്മുടെ മനസ്സ് എപ്പോഴും ക്രിസ്തുവിൽ അടിയുറച്ചതാകണം. മറ്റൊന്നും അവൻ്റെ സ്ഥാനത്ത് വരാൻ അനുവദിക്കരുത്. അതായത് നാം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കണം. ക്രിസ്തുവിനെ ഒന്നാമനാക്കണം. ക്രിസ്തു എന്ന കേന്ദ്രം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ നമ്മുടെ വിശ്വാസവും ദുർബലമാകും. നാം ഓരോരുത്തരും കളങ്കമില്ലാത്ത വിശ്വാസമുള്ളവരായിരിക്കണം. ലോകത്തിൻ്റെ മോഹങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന ഏകാഗ്രത നമ്മിൽ ഉണ്ടാകണം. തിരക്കേറിയ ജീവിതവും ആത്മീയ അലംഭാവവും ലോകത്തിൻ്റെ ആകർഷണവും തെറ്റായ ഉപദേശങ്ങളും ചെറിയ വിട്ടുവീഴ്ചകളും ആദ്യമൊക്കെ ചെറുതായി തോന്നുമെങ്കിലും പതിയെ പതിയെ ഇവ നമ്മുടെ ഹൃദയത്തെ ക്രിസ്തുവിൽ നിന്ന് അകറ്റും. ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഏകാഗ്രതയിലേക്ക് എങ്ങനെ നമുക്ക് മടങ്ങി വരാം? ഒന്നാമതായി ആത്മപരിശോധന നടത്തുക. നമ്മുടെ ഹൃദയത്തെ ആത്മാർത്ഥമായി നാം പരിശോധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനാണോ നാം മുൻഗണന നൽകിയിരിക്കുന്നത്, അതോ നമ്മുടെ ഏകാഗ്രത നഷ്ടമായോ എന്ന് നാം തിരിച്ചറിയണം. 2, നമ്മുടെ മനസ്സിനെ പുതുക്കുക. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ദൈവവചനത്തിൽ മുറുകെ പിടിക്കുക. സ്ഥിരമായി ദൈവവചനം ശ്രദ്ധയോടും നിർമ്മലതയോടും ഏറ്റെടുത്താൽ ഈ വചനം നമ്മുടെ മനസ്സിനെ വീണ്ടും ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കും. 3, പ്രാർത്ഥനയെ പുതുക്കുക. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥന എന്നത് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. അവിടെ നമ്മുടെ മനസ്സ് ഏകാഗ്രമായാലേ ആ പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ. നമ്മുടെ ദൈവവുമായി കൂടുതൽ അടുക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. പ്രിയരെ, ഈ നോമ്പ് കാലത്തിൽ ക്രിസ്തു വിശ്വാസത്തിൻ്റെ ഏകാഗ്രതയിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.